നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ്. ബ്രെഡ് വെച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 4 സ്ലൈസ് ബ്രെഡാണ്. ഞാൻ വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്, ഏത് ബ്രെഡായാലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇത് ഒന്ന് നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്, 2 പീസാക്കി എടുക്കുകയാണ്. ഇനി ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ഇത് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നല്ല, നമുക്ക് എത്ര ആവശ്യം നോക്കിയിട്ട് എടുത്താൽ മതി. പക്ഷേ ഒരു മുട്ട ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം മാത്രം അടുത്തത് എടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ആവശ്യത്തിന് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസിലേക്ക് ബ്രെഡ് ഉണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ റസ്ക് ഉണ്ടെങ്കിൽ റസ്ക് പൊടിച്ചെടുത്താലും മതി. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ കോൺഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ഒന്ന് പൊടിച്ചാലും മതി. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഓരോ പീസായിട്ട് എടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയുണ്ടല്ലോ, അപ്പോൾ അതിലൊന്ന് ഡിപ്പ് ചെയ്ത് എല്ലാ വശത്തും മുട്ട ആക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ബ്രെഡ് ക്രംസ് കൊണ്ടൊരു കോട്ടിങ് കൂടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് സ്ലൈസൊക്കെ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുട്ട തികയാതെ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും എടുത്താൽ മതി. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് എടുത്താൽ മതി. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരുപാട് ഓയിൽ വേണം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആയ സമയത്ത് ഒന്ന് തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കളറ് ഒന്ന് ചേഞ്ച് ചെയ്ത് വരുന്നത് വരെ ഇതുപോലെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. ഇത് ഏതാണ്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ സ്ലൈസും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ അത്ര. അതുപോലെ തന്നെ മയോണൈസും ഒരു 1-1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പം മിക്സഡ് ഹെർബ്സ് ആണ് ഞാൻ ചേർക്കുന്നത്. ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പീസ് ഉണ്ടല്ലോ, ആ പീസിൽ ഒന്നെടുത്ത് അതിൻ്റെ മേലെയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി വേറൊരു പീസ് അതിന് വേണ്ടി വെച്ച് അങ്ങനെ കഴിക്കാം. ഇനി അങ്ങനെയല്ല, ഇതുപോലെ ഫ്രൈ ചെയ്ത് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഇതൊരു ഡിപ്പായിട്ടോ അങ്ങനെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ.